അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ തീർച്ചയായും അനന്തുകൃഷ്ണൻ പ്രതിരോധത്തിലായിരിക്കുന്നു. അനന്ത്കുമാർ പറയുന്നു അനന്തുകൃഷ്ണന്റെ കമ്പനിക്ക് 4 കമ്പനികൾക്കും CSR ഫണ്ട് കിട്ടുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത പോലുമില്ല. ഇപ്പോൾ ഒരുപാട് പരാതികൾ ഉയരുന്നു, തെളിവുകൾ പോലീസ് കണ്ടെത്തുന്നു, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ ഇപ്പോൾ പോലീസ് മരവിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് നിലവിൽ അനന്തുകൃഷ്ണനും സംഘവും, അല്ലേ? ഗുഡ് ഈവനിങ് അരുൺകുമാർ. അനന്തുകൃഷ്ണനെതിരെയുള്ള അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് പറയുന്നത് ഇതൊരു വലിയ തട്ടിപ്പാണ്, ഏതാണ്ട് 1000 കോടി രൂപയിലധികം വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഈ തുക എവിടെ നിക്ഷേപിച്ചു, ഏത് തരത്തിൽ നിക്ഷേപിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് പറയുന്നത് സംസ്ഥാനത്തിന് പുറത്ത് ബിനാമി നിക്ഷേപങ്ങളായി ഇത്തരത്തിൽ ഈ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളുടെ പേരിൽ ഇത്തരത്തിൽ ഭൂമിയും മറ്റും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും പേരിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി സംശയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരടക്കം ഈ കേസിൽ കൂട്ടുപ്രതികളാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. അത് ഉന്നത ബന്ധങ്ങളുണ്ട് എന്ന് പോലീസും കൂടി സ്ഥിരീകരിക്കുകയാണ്. സ്വാഭാവികമായും കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്ന സൂചന കൂടിയാണ് ഈ കസ്റ്റഡി അപേക്ഷയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. നിലവിൽ അനന്തുകൃഷ്ണന്റെ പെൻഡ്രൈവുകൾ, അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകൾ, ഐപാഡ് തുടങ്ങിയവയൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതും വിശദമായി പരിശോധിക്കും. അതോടൊപ്പം തന്നെ 3 വാഹനങ്ങളും ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു ഇന്നോവ ക്രിസ്റ്റ അടക്കം 3 വാഹനങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവയൊക്കെ ഈ തട്ടിപ്പിലൂടെ കണ്ടെത്തിയ പണം ഉപയോഗിച്ച് വാങ്ങിയവയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾക്ക് CSR ഫണ്ട് ഒരു ഘട്ടത്തിൽ പോലും ലഭിച്ചിട്ടില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് നടത്തിയത് എന്ന് ഉറപ്പായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഇത്രയും വലിയ തട്ടിപ്പായ സാഹചര്യത്തിൽ കൂടി ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പ്രാഥമികമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതിനിടെ കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ അറസ്റ്റും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇടുക്കിയിലെ വണ്ടൻമേട് മറയൂർ പോലീസ് സ്റ്റേഷനിലെ SHO മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ അവരും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനിടയിൽ തന്നെ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ സ്വത്തുക്കൾ എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളുമായി അനന്തുകൃഷ്ണനുമായി പോലീസിന്റെ തെളിവെടുപ്പുണ്ടാകും. അത് കൊച്ചിയിലെ ഇയാളുടെ ഫ്ളാറ്റ്, അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും മറ്റുമുള്ള ഇയാളുടെ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തൊടുപുഴയിലും മറ്റും ഓഫീസുകളിലും അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്.